ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ സെക്ഷൻ നമ്പർ 4 വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ അതാണ് ചാപ്റ്ററിൻ്റെ സെക്ഷൻ നമ്പർ 5. സെക്ഷൻ നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ ചേഞ്ചസ്. അതാണ് അപ്പോൾ എല്ലാവരും കെട്ടിയിരിക്കുക. സെക്ഷൻ നമ്പർ 5 ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ ചേഞ്ചസ്. Enthalpy changes during chemical changes. Is it clear? Yes. അപ്പോൾ ഈ എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഇതിനകത്ത് നമുക്ക് വ്യത്യസ്തമായ എൻതാൽപ്പീസുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒന്നാമത്തെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് പഠിക്കണം, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തുടങ്ങി വ്യത്യസ്തമായ എൻതാൽപ്പികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വ്യത്യസ്തമായ എൻതാൽപ്പീസുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെസസ് ലോ എന്ന് പറയുന്ന ഒരു ലോയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ നമ്പർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ എൻതാൽപ്പീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് പറയാണ്, ദാറ്റ് ഈസ് കോൾഡ് തെർമോ കെമിക്കൽ ഇക്വേഷൻ. നമ്മൾ പലയിടത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു വാക്കാണ്. എന്താണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളുക, തെർമോ കെമിക്കൽ ഇക്വേഷൻ. മക്കൾ, എന്താണ് ഈ തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് തെർമോ കെമിക്കൽ ഇക്വേഷൻ? അതായത് നിങ്ങളൊരു ഇക്വേഷൻ കണ്ടിട്ട് ആ ഇക്വേഷൻ അതൊരു തെർമോ കെമിക്കൽ ഇക്വേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ട് എങ്കിൽ ആ ഇക്വേഷനകത്ത് 3 കാര്യങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ 3 കാര്യങ്ങളെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എന്ത് വിളിക്കാൻ പറ്റും? തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. എന്തൊക്കെയാണ് ആ 3 കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ നിർബന്ധമായിട്ടും ബാലൻസ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. ബാലൻസ്ഡ് ഇക്വേഷൻ ആകണം. ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല എങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് മക്കളെ? ഇക്വേഷൻ ബാലൻസ്ഡ് ആകണം എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ഫിസിക്കൽ സ്റ്റേറ്റുകൾ അത് ഇക്വേഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റിയാക്റ്റൻ്റ് സോളിഡ് ആണെങ്കിൽ അത് സോളിഡ് ആണെന്ന് പറയണം, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് ആണെന്ന് പറയണം, ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ആണെന്ന് കാണിക്കണം. അങ്ങനെ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് നിർബന്ധമായിട്ടും ഇക്വേഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ അതും ഇക്വേഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒരു ഇക്വേഷനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താ തെർമോ കെമിക്കൽ ഇക്വേഷൻ? ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇൻ വിച്ച് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്ട്സ് ആർ മെൻഷൻഡ് എലോങ് വിത്ത് ദ enthalpy change. Is it clear? What is thermochemical equation? It is a balanced chemical equation in which the physical state of reactant and product are mentioned along with the enthalpy change. അങ്ങനെയുള്ള ഇക്വേഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? തെർമോ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ എല്ലാവരും എഴുതി വെച്ചോളൂ. വാട്ട് ഈസ് തെർമോ കെമിക്കൽ ഇക്വേഷൻ? ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് chemical equation. It is a balanced chemical equation. It is a balanced chemical equation. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ in which physical state of reactant and product are mentioned. Reactant and products are mentioned along with enthalpy change. Is it clear? അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് തെർമോകെമിക്കൽ ഇക്വേഷൻ? ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് chemical equation in which the physical state of reactant and product are mentioned along with the enthalpy change. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് തെർമോകെമിക്കൽ ഇക്വേഷൻ ആണോ എന്ന് പറയാൻ പറ്റണം. H2 plus half O2 gives H2O. മകളെ, ഇത് തെർമോകെമിക്കൽ ഇക്വേഷൻ ആണോ അല്ലയോ? ഇതൊരു തെർമോകെമിക്കൽ ഇക്വേഷൻ അല്ല. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് ആണ്. ഒരു H2, ഇവിടെ ഒരു H2, ഹാഫ് O2, ഒരു ഓക്സിജൻ. അപ്പോൾ അത് ബാലൻസ്ഡ് ആണ്. പക്ഷേ ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല.
ഇവരുടെ എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പോൾ അതെന്തല്ല? തെർമോകെമിക്കൽ ഇക്വേഷൻ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് കാണിക്കുകയാണ് H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ആൻഡ് H2O ലിക്വിഡ് എന്ന് ഞാൻ തന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തെർമോകെമിക്കൽ ഇക്വേഷൻ ആയോ? ഇല്ല. ഫിസിക്കൽ സ്റ്റേറ്റും തന്നു, ബാലൻസ്ഡും ആക്കി. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല? എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഒരു -286 കിലോ ജൂൾ എന്ന് തന്നാൽ ഇപ്പോൾ ഇത് ബാലൻസ് തെർമോകെമിക്കൽ ഇക്വേഷൻ ആയോ? ഇപ്പോൾ ഇത് തെർമോകെമിക്കൽ ഇക്വേഷൻ ആയി എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡാണ്. ഫിസിക്കൽ സ്റ്റേറ്റ് വന്നു, എൻതാൽപ്പി ചേഞ്ച് വന്നു. വേറെ എക്സാമ്പിൾ കാണിക്കാം. ദാറ്റ് ഈസ് H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഗിവ്സ് H2O. ഇവിടെ ലിക്വിഡാണ്, ഇവിടെ H2O ഗ്യാസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -249 കിലോ ജൂൾ. ഇത് തെർമോകെമിക്കൽ ഇക്വേഷൻ ആണോ? തെർമോകെമിക്കൽ ഇക്വേഷൻ ആണ്. കാരണം എന്താ? ബാലൻസ്ഡും ആണ്, ഫിസിക്കൽ സ്റ്റേറ്റും തന്നിട്ടുണ്ട്, എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇക്വേഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ തെർമോകെമിക്കൽ ഇക്വേഷൻ എന്നാണ് പറയുക. വാട്ട് ഈസ് തെർമോകെമിക്കൽ ഇക്വേഷൻ? ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ in which the physical state of reactant and product are mentioned along with the enthalpy change. Is it clear? Yes. അപ്പോൾ ഞാനിത് മായ്ക്കാണ്. ഇനി നമ്മൾ വ്യത്യസ്തമായ എൻതാൽപ്പീസുകളിലേക്ക് ചാപ്റ്റർ കിടക്കാൻ വേണ്ടി പോവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ അത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ സെക്ഷൻ നമ്പർ 5 ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഈ 5ാമത്തെ സെക്ഷൻ. ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിന് സാധാരണ 4 മാർക്കിനാണ് ഈ തെർമോഡൈനാമിക്സിൽ നിന്ന് ചോദ്യം വരാറുള്ളത്. അതിൽ 4 മാർക്കിൽ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളും പൊതുവേ അധിക വർഷങ്ങളിലും ചോദിക്കാറുള്ളത് ഈ സെക്ഷൻ നമ്പർ 3യിൽ നിന്നാണ്. എൻട്രൻസുകൾക്കാണെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ വന്ന് കാണാറുള്ളതും അതും സെക്ഷൻ നമ്പർ 3യിൽ നിന്നാണ്. അപ്പോൾ ബോർഡ് എക്സാം ആയാലും എൻട്രൻസ് എക്സാം ആയാലും ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സെക്ഷൻ നമ്പർ 5. ഇത് പറയാൻ ആവശ്യമായ ബേസിക് റിക്വയർമെൻറ്റ്സുകളാണ് നമ്മൾ മുമ്പുള്ള സെക്ഷനുകളിലൂടെ നമ്മൾ പഠിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. വ്യത്യസ്തമായ ഓരോ എൻതാൽപ്പികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എൻതാൽപ്പി, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളാം. സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എൻതാൽപ്പി, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ, എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എച്ച് എന്നല്ലേ ആണ്. ഇനി ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു എഫ് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഇപ്പോൾ ഡെൽറ്റ എച്ച് എഫ് എന്നാണ് വായിക്കുക. ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങളൊരു സ്റ്റാർ കൊടുക്കണം. സ്റ്റാർ കൊടുക്കാം, അതല്ലെങ്കിൽ 0 കൊടുക്കാം. 2 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ ഡെൽറ്റ എച്ച് എഫ് സ്റ്റാർ എന്നാണ് കാണിക്കുക. അതായത് എഫ് എന്ന് കാണിച്ചാൽ ഫോർമേഷനാണ്, സ്റ്റാർ എന്ന് കാണിച്ചാൽ സ്റ്റാൻഡേർഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ 1ാമത്തെ എൻതാൽപ്പിയിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. മക്കളെ, നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫോം ചെയ്യാൻ. മക്കളെ, ഒരു കോമ്പൗണ്ട് എവിടെ നിന്നാണ് ഫോം ചെയ്യുക? ഇപ്പോൾ H2O എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടാണ്. അയാൾ ഫോം ചെയ്യുന്ന എവിടുന്ന? അയാളുടെ എലമെൻറ്റുകളായിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടല്ലേ ആണ്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 മോള് സബ്സ്റ്റൻസ്, എന്താണ് 1 മോള് സബ്സ്റ്റൻസ്, ഉദാഹരണത്തിന് 1 മോള് വാട്ടർ, അതായത് 1 മോള് സബ്സ്റ്റൻസ് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റുകളിൽ നിന്ന് ഫോം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പിയെ വിളിക്കുന്ന പേരാണിത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ആ പേരിന് മനസ്സിലാവുന്നുണ്ട്, ഫോർമേഷൻ. ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance is formed from its corresponding elements. 1 മോൾ സബ്സ്റ്റൻസ് അവരുടെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance formed from its corresponding elements. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് മക്കളെ എൻതാൽപ്പി ഫോർമേഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി
വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്. അതായത് ഉണ്ടാകുന്നത് 1 mole സബ്സ്റ്റൻസ് ആകും വേണം, ഉണ്ടാകപ്പെടുന്നതോ അവരുടെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളിൽ നിന്നും ആയിരിക്കണം. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവരാണ് എൻതാൽപ്പി ഫോർമേഷൻ. ഇനി ശ്രദ്ധിക്കുക, ത്രൂ ഔട്ട് ഇവിടെ അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ഓരോ ഇക്വേഷനകത്തും അവരുടെ എൻതാൽപ്പി ചേഞ്ച് പറയണം, ഫിസിക്കൽ സ്റ്റേറ്റ് പറയണം, ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം തെർമോ കെമിക്കൽ ഇക്വേഷൻ ആകാം. പക്ഷേ നമ്മൾ ഇനി ഇവിടെ അങ്ങോട്ട് കാണിക്കുമ്പോൾ നമ്മളെല്ലാത്തിനും ഫിസിക്കൽ സ്റ്റേറ്റ് കാണിച്ചോളണമെന്നൊന്നുമില്ല. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം എന്താണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ ആണ് എന്ന് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? ശരിയല്ലേ? എല്ലാവരും ഇവിടെ നോക്കണേ. ഞാൻ ഒന്നാമത് കാണിക്കാൻ പോകുന്ന എക്സാമ്പിൾ തന്നെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ആണ്. എങ്ങനെ കാണിക്കുക? ΔHF H2O. ഒരു സബ്സ്റ്റൻസ്, 1 mole സബ്സ്റ്റൻസ് എവിടെ നിന്നുണ്ടാവുക? കറസ്പോണ്ടിങ് എലമെൻറ്റ്. അപ്പം എങ്ങനെ ഇതാ H2 കറസ്പോണ്ടിങ് എലമെൻറ്റ്, വാട്ടറിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ആരാ? H2 പ്ലസ് ഒരു ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പറയാം? ഹാഫ് O2 ഗിവ്സ് H2O. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ശ്രദ്ധിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കറസ്പോണ്ടിങ് എലമെൻറ്റ് ഉണ്ടാകുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇപ്പോൾ ΔHF വാട്ടർ നമ്മൾ ഇങ്ങനെയാണ് ഇത്. വേറെ എക്സാമ്പിൾ കാണിക്കട്ടെ. ദാറ്റ് ഈസ് ΔHF കാർബൺ ഡൈ ഓക്സൈഡ്. ഒന്ന് നമുക്ക് പറയാൻ പറ്റും മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഇതാ? C പ്ലസ് O2 കറസ്പോണ്ടിങ് എലമെൻറ്റ്, ഒരു കാർബണും ഒരു ഓക്സിജനും. C പ്ലസ് O2 ഗിവ്സ് CO2. ശരിയാണോ? നമുക്ക് കുറച്ച് ഇങ്ങോട്ട് എഴുതാം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഓക്കെ, വാട്ടറിന് എങ്ങനെ ഇതാ? H2 പ്ലസ് ഹാഫ് O2 ഗിവ്സ് H2O. സിമ്പിൾ. വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇനി നമുക്കത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആകുമ്പോഴോ ഇവിടെ സ്റ്റാർ വരും, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഇപ്പം മീഥൈൻ എടുക്കാം. മീഥൈൻ എങ്ങനെ ചെയ്തു മക്കളെ? മീഥൈൻ എടുത്തതിനകത്ത് ഒരു കാർബണും ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്തു? ഒരു കാർബൺ C, 4 ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് ആണ്. ഡയറ്റോമിക് ആകുമ്പോൾ H4 എന്നാണ് ഇതാ? അല്ല, എങ്ങനെ ഇതാ? 2H2 എന്നാണ് ഇതാ. അപ്പോൾ എന്താ ഉണ്ടാവുക? CH4. ഇസ് ഇറ്റ് ക്ലിയർ? റെഡി. ഇനി അടുത്ത് വേറെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എത്തീൻ, ദാറ്റ് ഈസ് C2H4. C2H4 ആണ് എങ്ങനെ ചെയ്തോ മക്കളെ? ദാറ്റ് ഈസ് കാർബൺ എന്ന് പറയുന്നത് മോണോ അറ്റോമിക് ആണ്. അപ്പോൾ C2 എന്ന് ചെയ്തോ? ഇല്ല, 2C. ഇവിടെ എന്തുകൊണ്ട് ഞാൻ കാർബൺ 2C എന്ന് കാണിച്ച്? കാരണം അയാൾ മോണോ അറ്റോമിക് ആണ്. പ്ലസ് H4 എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? 2H2 ഗിവ്സ് C2H4. സിമ്പിൾ. വേറെ എക്സാമ്പിൾ കാണിക്കാം. 5ാമത്തെ. ഇപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C3H8 ഒന്ന് പറയാൻ പറ്റും. എങ്ങനെ ചെയ്താൽ? C3H8 3 കാർബണും 8 ഹൈഡ്രജനും. 3 കാർബൺ ആകുമ്പോൾ 3C, H8 ആകുമ്പോൾ 4H2 ഗിവ്സ് C3H8. സിമ്പിൾ. വേറെ എക്സാമ്പിൾ ബെൻസീൻ എടുക്കാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C6H6. ഇതല്ലേ C6H6 എന്ന് പറഞ്ഞാൽ അതിനാണ് ബെൻസീൻ എന്നാണ് പറയുക. ബെൻസീൻ 6 കാർബൺ ആകുമ്പോൾ 6C പ്ലസ് 6 ഹൈഡ്രജൻ ആകുമ്പോൾ 3H2 ഗിവ്സ് C6H6. ഏത് എഴുതാൻ പറ്റില്ലേ? 6 എക്സാമ്പിൾസ് കാണിച്ചു. ഇനി വേണമെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H5OH. ഇപ്പോൾ ഇവിടെ 3 ആൾക്കാർ വന്നു. കാർബൺ വന്നു, ഹൈഡ്രജൻ വന്നു, ഓക്സിജൻ വന്നു. എങ്ങനെ ഇതാ? C2H5ൽ 2 കാർബൺ ഉണ്ട്, 5 1 6 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 കാർബൺ ആകുമ്പോൾ 2C, 6 ഹൈഡ്രജൻ ആകുമ്പോഴോ 3H2, ഇനി ഒരു ഓക്സിജൻ ആകുമ്പോഴോ ഹാഫ് O2 ഗിവ്സ് C2H5OH. ക്ലിയർ ആയിട്ടുണ്ട് മക്കളെ? പിടികിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് എൻതാൽപ്പി ആയിട്ടുള്ള ഏതാ പറഞ്ഞിരിക്കുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാകുന്നത് 1 mole സബ്സ്റ്റൻസ് ആണ്. 1 mole വാട്ടർ, 1 mole കാർബൺ ഡൈ ഓക്സൈഡ്, 1 mole മീഥൈൻ, 1 mole എത്തീൻ, 1 mole C3H8, 1 mole C6H6, 1 mole C2H5. ഉണ്ടാകുന്നത് 1 mole ആണ്. ഉണ്ടാകപ്പെടുന്നത് എവിടെ നിന്നാവണം? എലമെൻറ്റുകളിൽ നിന്നാവണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും എലമെൻ്ററി സ്റ്റേറ്റിലല്ലേ? ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ എലമെൻ്റ് നിന്നാവണം. ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരാളെ പോലും നിങ്ങൾ എവിടെ എന്തിൽ എഴുതാൻ പറ്റില്ല? കോമ്പൗണ്ടൽ ഫോമിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാണ് പറയുക. അറിയോ? ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എൻതാൽപ്പിയിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. സെക്കൻഡ് ടൈപ്പ് ഓഫ് എൻതാൽപ്പി ദാറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഇതിനെ ഡിനോട്ട് ചെയ്യുക ഡെൽറ്റ എച്ച് സി. സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഒരു സ്റ്റാറും ഉണ്ടാവും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിരുന്നു. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻ്റ് ആയിരുന്നു. എന്നാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance burned completely in excess of oxygen. 1 mole സബ്സ്റ്റൻസ് എക്സസ് ഓക്സിജൻ്റെ പ്രസൻസിൽ കമ്പസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവരാണിത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്നാണ് പറയുക. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance burned completely in excess of oxygen. 1 mole സബ്സ്റ്റൻസ് എക്സസ് ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവരാണിത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്നാണ് പറയുക. ഓക്കെ, വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ? പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance burned completely in excess of oxygen. Is it clear? When the enthalpy of combustion, it is the change in enthalpy when 1 mole of a substance burned completely in excess of oxygen. അതായത് 1 mole സബ്സ്റ്റൻസിനെ എക്സസ് ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെയാണ് വിളിക്കുക എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കറിയാം മീത്തേൻ കമ്പസ്റ്റ് ചെയ്യുന്ന ഓക്സിജനാണ്. ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, കൂടെ എന്താ കിട്ടുക? വാട്ടറും കിട്ടും. CH4 നിങ്ങൾ ഓക്സിജനുമായിട്ട് കമ്പസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, വാട്ടറും കിട്ടും. മക്കൾ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ടാവും എന്നറിയാം? എത്ര ഓക്സിജൻ ഉണ്ടാവും? 2 ഓക്സിജൻ ഉണ്ടാവും. ഇവിടെ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? 1 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇവിടെ എത്ര H2 ഉണ്ടാവും? 2 H2 ഉണ്ടാവും. ഇത് ബാലൻസ്ഡ് ആയോ നോക്കിയാൽ 1 കാർബൺ, ഇവിടെ 1 കാർബൺ. റെഡി? നമ്മൾ കാണിക്കുന്നില്ല. ഇവിടെ 4 ഹൈഡ്രജൻ, അവിടെ 4 ഹൈഡ്രജൻ. ഇവിടെ 4 ഓക്സിജൻ, 4 ഓക്സിജൻ. സിമ്പിൾ. വേറെ എക്സാമ്പിൾ കാണിക്കാം. അപ്പം ഇനി എന്താ പറയുക? C2H4 ആയിക്കോട്ടെ. C2H4നെ കമ്പസ്റ്റ് ചെയ്യുന്ന കമ്പഷൻ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുമോ? എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര H2? യെസ്, 3 ഓക്സിജൻ, 2 കാർബൺ ഡൈ ഓക്സൈഡ്, 2 H2. ബാലൻസ്ഡ് ആയിക്കോട്ടെ. 2 കാർബൺ, ഇവിടെ 2 കാർബൺ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 6 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ, അവിടെ 2 ഓക്സിജൻ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. C3H8 എത്ര ഉണ്ടാവും? 5 O2, 3 കാർബൺ ഡൈ ഓക്സൈഡ്, 4 H2. ഓക്കെ, ഇവിടെ 3 കാർബൺ, 8 ഹൈഡ്രജൻ, ദിസ് ഈസ് 4, 10 ഓക്സിജൻ, ഇവിടെ 6, 4, 10. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചുതരാം. അത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏതിൻ്റെയും കമ്പഷൻ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എങ്ങനെയാണ്? CXHY, അതായത് കാർബണിൻ്റെ കോഎഫിഷ്യൻ്റാണ് എക്സ്, ഹൈഡ്രജൻ്റെ കോഎഫിഷ്യൻ്റാണ് വൈ. CXHY പ്ലസ് എക്സ് പ്ലസ് y/4 O2 gives X carbon dioxide plus y/2 H. This is the equation. ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് ഏതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കും? ഉദാഹരണത്തിന് ഇത് നമുക്ക് ചെയ്ത് നോക്കാം. CXHY നമ്മളിവിടെ x1 ആണ്, y4 ആണ്. അപ്പോൾ x പ്ലസ് y/4 O2 ആണ്. അപ്പോൾ 1 + 4/4 എന്ന് പറയുമ്പോൾ 1 + 1 2 O2. X കാർബൺ ഡൈ ഓക്സൈഡ് പറയുമ്പോൾ 1 കാർബൺ ഡൈ ഓക്സൈഡ്, y/2 H2 പറയുമ്പോൾ 2 H2.
ഇവിടെ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈ 4 വരുമ്പോൾ 2 പ്ലസ് 4/4 4/4 1 2 പ്ലസ് 1 3O2 2 കാർബൺ ഡൈ ഓക്സൈഡ് 2H2. ഇവിടെ ആണെങ്കിൽ 3 പ്ലസ് 8/4 3 പ്ലസ് 2 5O2 3 കാർബൺ ഡൈ ഓക്സൈഡ് 4H2. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ദാറ്റ് ഈസ് C6H6 ബെൻസീൻ. എങ്ങനെ പറയാം? 6 പ്ലസ് 6/4 6/4 എന്ന് പറഞ്ഞാൽ 3/2 3/2 എന്ന് പറഞ്ഞാൽ 1.5 6 പ്ലസ് 1.5 ദാറ്റ് ഈസ് 7.5 O2 gives 6 കാർബൺ ഡൈ ഓക്സൈഡ് 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് y/2 വെച്ചിട്ട് പറയുമ്പോൾ 3H2. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കും മക്കളെ? എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്നാണ് പറയുക. രണ്ട് എൻതാൽപ്പികൾ വിളിച്ചു. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് വിളിച്ചു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താണെന്ന് വിളിച്ചു. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോൾ സബ്സ്റ്റൻസിനെ എന്താണ് അവരുടെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എങ്കിൽ. എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു മോൾ സബ്സ്റ്റൻസ് എക്സസ് ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അപ്പോൾ രണ്ട് എൻതാൽപ്പീസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും എൻതാൽപ്പി ഓഫ് കമ്പഷനും കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ബോർഡ് എക്സാമുകൾക്ക് കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 2, 3, 4 തവണയെങ്കിലും എക്സാമുകൾ ചോദിച്ചിട്ടുണ്ടാവും. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എൻട്രൻസുകൾക്കും ഈ പ്രോബ്ലം അതുപോലെ ചോദിക്കാറുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സെക്ഷൻ നമ്പർ 5 നിന്ന് 3 ചോദ്യങ്ങൾക്കാണ് ഞാൻ സാധ്യത കാണുന്നത്. 3 ചോദ്യങ്ങളാണ് ഞാൻ ഈ വർഷം ഞാൻ സാധ്യതകൾ കാണുന്നത്. ഒന്ന് എൻതാൽപ്പി ഓഫ് ഫോർമേഷനും കമ്പഷനും തമ്മിലുള്ള പ്രോബ്ലമാണ്. 2 ഹെസസ് ലോ എന്ന് പറയുന്ന ലോയാണ്. 3 ബോൺ-ഹെബർ സൈക്കിൾ എന്ന് പറയുന്ന സൈക്കിളാണ്. ഇങ്ങനെ 3 ഏതെങ്കിലും ഒരു ചോദ്യം ഈ വർഷം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ സാധ്യത കാണുന്ന ഒന്നാമത്തെ ചോദ്യം അത് ഇനി ഈ ഫോർമേഷനും കമ്പഷനും തമ്മിലുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾ എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പഠിപ്പിച്ചു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിന് ഒരൊറ്റ പ്രോബ്ലം മാത്രമായിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രോബ്ലം അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റെഡി? ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇത് അത്യാവശ്യം എഴുതാനുള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻ ഞാൻ മുകളിലോട്ട് ചെയ്താണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 തന്നിട്ടുണ്ട്. എന്താണ്? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് -1323 കിലോ ജൂൾ. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 എന്നുണ്ട്, ദാറ്റ് ഈസ് -1323 കിലോ ജൂൾ പെർ മോൾ. പിന്നെ തന്നിരിക്കുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -394 കിലോ ജൂൾ പെർ മോൾ. പിന്നെ തന്നിരിക്കുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -249 കിലോ ജൂൾ പെർ മോൾ. ആൻഡ് ചോദ്യം ഇതാണ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H4 വാട്ട്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താണ് മക്കളെ ചോദ്യം? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് -1323 കിലോ ജൂൾ പെർ മോൾ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നിട്ട് -394 കിലോ ജൂൾ പെർ മോൾ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്നിട്ട് ദാറ്റ് ഈസ് -249 കിലോ ജൂൾ പെർ മോൾ. ഫോർമേഷൻ ഓഫ് C2H4 എന്താണെന്നാണ് ചോദ്യം. കമ്പഷൻ പഠിപ്പിച്ചതല്ലേ? ആണ്. ഫോർമേഷൻ പഠിപ്പിച്ചല്ലേ? ആണ്. ഫോർമേഷൻ പഠിപ്പിച്ചല്ലേ? ആണ്. ഫോർമേഷൻ കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഇതെങ്ങനെ ചെയ്യും? ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്ക് ചെയ്ത് വെച്ചോളാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അറിയോ? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4ൻ്റെ വാല്യൂ വന്നിട്ട് -1323 കിലോ ജൂൾ പെർ മോൾ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ -394 കിലോ ജൂൾ പെർ മോൾ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടറിൻ്റെ വാല്യൂ അറിയാം -249 കിലോ ജൂൾ പെർ മോൾ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H4ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യും നോക്കാം. മകൾ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എന്താണോ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H4ൻ്റെ വാല്യൂ ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാം. ശരിയല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കളെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കുക? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H4 ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H4 കണ്ടുപിടിക്കാൻ പറഞ്ഞേ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റിൽ നിന്നല്ലേ കണ്ടുപിടിക്കുക? ആണ്. കറസ്പോണ്ടിങ് എലമെന്റ് ഇതാണ്. അപ്പോൾ എങ്ങനെ ഇതിന്റെ ഇക്വേഷൻ? അതായത് കറസ്പോണ്ടിങ് എലമെന്റ് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. 2C കറസ്പോണ്ടിങ് എലമെന്റ് 2C പ്ലസ് 4 ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2H2. ശരിയല്ലേ? ഗിവ്സ്
2C+2H2 എന്ന് പറഞ്ഞാൽ എന്താ പറയുക C2H4. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? അതായത് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. C2H4 എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇതാ 2C+2H2 gives C2H4. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ആണോ മക്കളെ? ഇതല്ലേ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ? ആണ്. ദിസ് ഈസ് അവർ റിക്വയർഡ് ഇക്വേഷൻ. ഞാൻ ഒന്ന് ഇങ്ങോട്ട് അടിയിലോട്ടാക്കി എഴുതുന്നുണ്ട്. ഓക്കെ, യെസ്. നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് 2C+2H2 gives C2H4. ഈ ഇക്വേഷനാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. ദിസ് ഈസ് അവർ റിക്വയർഡ് ഇക്വേഷൻ, ശരിയല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. കമ്പഷൻ ഓഫ് C2H4 തന്നിട്ടുണ്ട്, ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് ഫോർമേഷൻ ഓഫ് C2H4 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് C2H4 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് ഉണ്ടാക്കേണ്ടത്. ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കമ്പഷൻ ഓഫ് C2H4, ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഫോർമേഷൻ ഓഫ് വാട്ടർ. ഇത് 3 നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 3 സാധനം. ആദ്യം തന്നെന്താ? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 വാല്യൂ എന്നുണ്ട്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 എത്ര വാല്യൂ? -1323. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 അല്ലേ മക്കളെ? നിങ്ങളെ ഞാൻ കമ്പഷൻ എഴുതാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചല്ലേ? കമ്പഷൻ എങ്ങനെ ഇക്വേഷൻ എഴുതാ? C2H4 കമ്പഷൻ എഴുതിയാണ് C2H4 ദാറ്റ് ഈസ് CxHy + x + y/4. 2 + 4/4 വരുമ്പോൾ 3O2 അല്ലേ? x കാർബൺ ഡൈ ഓക്സൈഡ് പറയുമ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് + y/2 H2 പറയുമ്പോൾ 2H2 ആണല്ലോ. C2H4 + 3O2 gives 2CO2 + 2H2. ഇതിൻ്റെ വാല്യൂ ആണ് -1323. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ശരിയാണോ? എടാ നമുക്ക് ഈ തന്നിട്ടില്ലേ, അത് ഞാൻ ഇക്വേഷനായിട്ട് എഴുതി, അത്രേ ഉള്ളൂ. രണ്ടാമത് തന്നിരിക്കുന്നത് എന്താ? ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വാല്യൂ -394. റെഡി? യെസ്. ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ? ഫോർമേഷൻ ഓഫ് കറസ്പോണ്ടിങ് എലമെന്റ് നമ്മൾ C+O2 gives CO2. Is it clear? ഇതിന്റെ വാല്യൂ എത്ര? -394. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ശരിയാണോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇക്വേഷൻ ആക്കിയിട്ട് അതുപോലെ എഴുതി. അതായത് ആദ്യം കമ്പഷൻ തന്നു, അതുപോലെ ഫോർമേഷൻ തന്നു. അടുത്ത എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ H2. H2 എങ്ങനെ? ഇത് ഫോർമേഷൻ, ഇത് ഫോർമേഷൻ ആണ്. അപ്പം എങ്ങനെ ഇതാ? H2 + half O2 gives H2O. H2 + half O2 gives H2O. ഇതിൻ്റെ വാല്യൂ എത്ര? -249. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇതുവരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് കമ്പഷൻ ഓഫ് C2H4 തന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ ഇക്വേഷൻ എഴുതി. ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുണ്ട്, അതിൻ്റെ ഇക്വേഷൻ എഴുതി. ഫോർമേഷൻ ഓഫ് വാട്ടർ എന്നുണ്ട്, അതിൻ്റെ ഇക്വേഷൻ എഴുതി അല്ലേ? അപ്പോൾ ഈ 3 ഇക്വേഷൻസ് എനിക്ക് കിട്ടിയാണ്. ഓക്കെ, ഇതുവരെ ആയിരിക്കും മനസ്സിലാവത്തുണ്ടോ? ഇല്ല. ഇനി മക്കളെ, എനിക്ക് ഈ 3 ഇക്വേഷനാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. എനിക്ക് ഉണ്ടാക്കേണ്ടത് ഈ ഇക്വേഷനാണ്. റിക്വയർഡ് ഇക്വേഷൻ ഇതാണ്. ഈ റിക്വയർഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ വേണം. ഞാൻ ഈ 3 ഇക്വേഷനുകൾ ഉപയോഗപ്പെടുത്തി ഞാൻ ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ എത്ര കാർബൺ വേണം? 2 കാർബൺ വേണം. അപ്പോൾ കാർബണുള്ള ഇക്വേഷൻ നോക്കി, ഇതാ ഇക്വേഷൻ 2ൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, പക്ഷെ ഇവിടെ എത്ര കാർബണേ ഉള്ളൂ? 1 കാർബണേ ഉള്ളൂ. എനിക്ക് എത്ര കാർബൺ വേണം? എനിക്ക് 2 കാർബൺ വേണം. അപ്പം ഞാൻ ഈ ഇക്വേഷൻ 2 ത്രൂ ഔട്ടായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ മക്കളെ? മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പറ. ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ 2C + 2O2 gives 2CO2. അപ്പോൾ എൻതാൽപ്പിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യണം. -394 × 2 എന്ന് പറഞ്ഞാൽ 400-ൽ 6 കുറവാണ്. അപ്പോൾ 800-ൽ നിന്ന് 12 കുറയും. ഇപ്പോൾ എത്ര ഉണ്ടാവും? -788. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇപ്പം എനിക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ വേണ്ടിയിരുന്നു, ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ കിട്ടി. സംഭവം ആളും ഓക്കെ ആയി. ഇനി അടുത്ത് വേണ്ടത് ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ആണോ? ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ വേണം. നോക്കുക, അപ്പോൾ ഹൈഡ്രജൻ ഉള്ള ആളുണ്ട് നോക്കുക. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, പക്ഷെ ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉള്ളൂ മക്കളെ? 1 ഹൈഡ്രജനേ ഉള്ളൂ. എനിക്ക് എത്ര വേണം? 2 വേണം. അപ്പോൾ ഇക്വേഷൻ 3ന് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ. എല്ലായിടത്തും 2 കൊണ്ട് വെറുതെ മൾട്ടിപ്ലൈ ആണോ? അല്ല കേട്ടോ. ഇവിടെ 2 ഹൈഡ്രജൻ വേണ്ടത് കൊണ്ട് ഞാൻ 2 മതി. മറിച്ച് അവിടെ 3 ഹൈഡ്രജൻ ആയിരുന്നെങ്കിലോ 3 കൊണ്ട് മൾട്ടിപ്ലൈ തന്നെ. അപ്പോൾ ഇക്വേഷൻ 3ന് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും?
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാവുക? 2H2 പ്ലസ് ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1O2 gives 2H2O. ശരിയല്ലേ? ശരിയാണോ? ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താൽപ്പിന് 249 ഇൻറ്റു 2, അപ്പോൾ 250 400 500 എന്ന് പറഞ്ഞാൽ -498. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ആണോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് 2 ഹൈഡ്രജൻ വേണം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് 2 ഹൈഡ്രജനെയും കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് 2Cയും കിട്ടി, 2H2ഉം കിട്ടി. ഇനി എനിക്ക് വേണ്ടത് റൈറ്റ് സൈഡിൽ ആരോ വേണോ? റൈറ്റ് സൈഡിൽ C2H4 വേണം. റൈറ്റ് സൈഡിൽ C2H4 വേണം. ഞാൻ റൈറ്റ് സൈഡിൽ C2H4 ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ എവിടെ ഉണ്ട്? ലെഫ്റ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ 1-ലുണ്ട്. അപ്പോൾ ഇക്വേഷൻ 1-നെ റിവേഴ്സ് ചെയ്ത് കൊടുത്തൂടെ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? റിവേഴ്സ് ഇക്വേഷൻ 1 റിവേഴ്സ് ചെയ്താൽ 2CO2 plus 2H2O gives C2H4 plus 3O2. ശരിയാണോ? ഇവിടെ -1323 ഇക്വേഷൻ റിവേഴ്സ് ചെയ്ത് ഞാൻ എന്താവും? +1323 ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി? റൈറ്റ് സൈഡിൽ എനിക്ക് എന്തും കിട്ടി? C2H4 കിട്ടി. ശരിയാണോ? അതായത് ലെഫ്റ്റ് സൈഡിൽ 2 കാർബണെ കിട്ടി, ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജനെ കിട്ടി, എനിക്ക് റൈറ്റ് സൈഡിൽ ഒരു C2H4നെയും കിട്ടി. ശരിയാണോ? അതായത് ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ കിട്ടി, ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ കിട്ടി, റൈറ്റ് സൈഡിൽ ഒരു C2H4 കിട്ടി. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മക്കളെ, എനിക്ക് ഈ ഇക്വേഷൻ അല്ലേ ഉണ്ടാക്കേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ഉണ്ടാക്കി, ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ടാക്കി, റൈറ്റ് സൈഡിൽ C2H4നെ ഉണ്ടാക്കി. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 4, ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6 ഇത് 3 കൂടി ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് മക്കളെ? 3 ഇക്വേഷനും കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻ കൂടി ആഡ് ചെയ്ത് നോക്കുക. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഞാൻ ഈ 3 ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ. 2 ഓക്സിജനും ഒരു ഓക്സിജൻ എത്രയായി? 3 ഓക്സിജനാണ്. അപ്പോൾ ഈ 3 ഓക്സിജനും ഈ ഓക്സിജനും എന്തായി പോയി? ക്യാൻസലായി. ലെഫ്റ്റ് സൈഡിൽ 3 ഓക്സിജൻ, റൈറ്റ് സൈഡിൽ 3 ഓക്സിജൻ ക്യാൻസലായി. ഇവിടെ 2 കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ 2 കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻസലായി. ഇവിടെ 2 വാട്ടർ ക്യാൻസലായി. ബാക്കി ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? പറ. ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? ലെഫ്റ്റ് സൈഡിൽ 2C ഉണ്ട്, ഇത് പോയി. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, +2H2. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണ്ടോ? ഇല്ല. റൈറ്റ് സൈഡിൽ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ C2H4 അല്ലേ മക്കളെ? ഇതല്ലേ എനിക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട ഇക്വേഷൻ? 2C + 2H2 C2H4 കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ 3 എൻതാൽപ്പീസുകൾ ആഡ് ചെയ്യുക. അതൊക്കെയാ -788 പ്ലസ് -498 പ്ലസ് 1323. 3 കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് +37 kJ/mol. സോ ദ ആൻസർ ഈസ് ദാറ്റ് ഈസ് +37 kJ/mol. ഇപ്പോൾ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും എൻതാൽപ്പി ഓഫ് കമ്പഷനും തമ്മിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അങ്ങനെയാണ് നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. റെഡി? ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. അതായത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ. ഓക്കെ, ബെൻസീൻ്റെ വാല്യൂ ഒരു -2000 kJ/mol ആണെന്ന് വിചാരിക്കുക. എത്ര? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ ഈസ് -2000. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഈസ് ഒരു -500 kJ/mol ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ അത് ഒരു -250 kJ/mol ആണ്. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C6H6 എന്താണ് എന്നാണ് ചോദ്യം. അതായത് നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? കമ്പഷൻ ഓഫ് C6 തന്നിട്ടുണ്ട്, ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, ഫോർമേഷൻ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, ഫോർമേഷൻ ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? എന്താണോ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ് അതിൻ്റെ ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് കാണേണ്ട ഇക്വേഷനെ ഡിറൈവ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അതായത് 3 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 4മതൊന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കണ്ടുപിടിക്കാൻ പറഞ്ഞതിൻ്റെ ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്നതിൻ്റെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഡിറൈവ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ 6 കാർബൺ ഉണ്ട്, അപ്പോൾ അതിന് എനിക്ക് 6C എന്ന് എഴുതാം.
6 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അതിനെ എനിക്ക് 3H2 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർന്നാൽ എനിക്ക് എന്തുണ്ടാക്കാം? C6H6 ഉണ്ടാക്കാം. ശരിയല്ലേ? ശരിയാണോ മക്കളെ? ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. റെഡി? ഓക്കെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി തന്നിരിക്കുന്ന ഇക്വേഷനുകൾ ഏതാണോ അതൊക്കെ എഴുതാം. ആദ്യം എനിക്ക് തന്നിരിക്കുന്ന എന്താ? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C6H6ൻ്റെ വാല്യൂ എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -2000. ശരിയല്ലേ? എങ്ങനെ മക്കൾ ഇതിൻ്റെ കമ്പഷൻ ചെയ്താൽ C6H6 പ്ലസ് എക്സ് പ്ലസ് y/4 എന്ന് പറയുമ്പോൾ 6 + 6/4 3/2 3/2 is 1.5 6 + 1.5 that is 7.5 O2 gives X carbon dioxide എന്ന് പറയുമ്പോൾ 6 carbon dioxide plus y/2 H2O എന്ന് പറയുമ്പോൾ that is 3H2O. ഇതിൻ്റെ വാല്യൂ ആണ് -2000 എന്ന് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ശരിയാണോ? എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അത് എഴുതുക. ആദ്യം എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C6H6 ആണെന്ന് അത് ഞാൻ എഴുതിയെടുത്തു. രണ്ടാമത് എനിക്ക് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഒന്നു. കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് C+O2 ദാറ്റ് ഈസ് CO2 ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് -500 kJ/mol. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ശരിയാണോ? മൂന്നാമതായി തന്നിരിക്കുന്ന ഫോർമേഷൻ ഓഫ് വാട്ടർ ആണ്. വാട്ടറിൻ്റെ ഫോർമേഷൻ എങ്ങനെ എഴുതുക? H2 + ½ O2 gives H2O. അതിൻ്റെ വാല്യൂ എന്നത് -250 എന്നാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എഴുതി, തന്നിരിക്കുന്ന 3 ഇക്വേഷനുകളും എഴുതി. ഇനി ഈ 3 ഇക്വേഷൻ ഉപയോഗപ്പെടുത്തി എനിക്ക് വേണ്ട ഇക്വേഷൻസിനെ ഞാൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ എല്ലാവരും, എനിക്ക് വേണ്ടത് ലെഫ്റ്റിൽ 6 കാർബണുകളെ വേണം. ലെഫ്റ്റിൽ എത്ര കാർബൺ വേണം? 6 കാർബൺ. പക്ഷേ ഇക്വേഷൻ നമ്പർ 2 എത്ര കാർബൺ ഉണ്ട്? 1 കാർബണാണ്. അപ്പോൾ ഇക്വേഷൻ 2നെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ഇക്വേഷൻ 2 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 6. അപ്പോൾ എന്താ കിട്ടുക മക്കളെ? 6C എന്നാവും. 6O2 എന്നാവും. gives 6CO2 എന്നാവും. 6C + 6O2 gives 6CO2. അപ്പോൾ എത്ര ഉണ്ടാവും? 6 × -500 എന്ന് പറഞ്ഞാൽ -3000. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി മക്കളെ? ലെഫ്റ്റ് സൈഡിൽ 6 കാർബണിനെ കിട്ടി. ശരിയല്ലേ? ഇനി എനിക്ക് ലെഫ്റ്റിൽ 3 ഹൈഡ്രജൻ വേണം. 3 ഹൈഡ്രജൻ. ഈ ഇക്വേഷൻ 3ൽ 1 ഹൈഡ്രജൻ ഉണ്ട്. എനിക്ക് എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ ഇക്വേഷൻ 3നെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3H2 + 3/2 O2. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ 1.5 O2 തന്നെ എഴുതി. 1.5 O2 gives 3H2. ശരിയല്ലേ? അപ്പോൾ ഇതിന് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -250 × 3 -750 എന്നുണ്ടാവും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. റെഡിയാണോ? ഇപ്പം എനിക്ക് ലെഫ്റ്റിൽ 3 ഹൈഡ്രജനും കിട്ടി. ലെഫ്റ്റിൽ 3 ഹൈഡ്രജൻ കിട്ടി, 6 കാർബൺ കിട്ടി. ഇനി എനിക്ക് വേണ്ടത് മക്കളെ റൈറ്റ് സൈഡിൽ ഒരു C6H6 വേണം. റൈറ്റ് സൈഡിൽ എന്ത് വേണം? ഒരു C6H6 വേണം. എന്നാൽ ഇക്വേഷൻ 1നെ ഞാൻ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ഇക്വേഷൻ നമ്പർ 1. റിവേഴ്സ് ഇക്വേഷൻ നമ്പർ 1. റിവേഴ്സ് ഇക്വേഷൻ നമ്പർ 1നെ റിവേഴ്സ് ചെയ്ത് ഞാൻ എനിക്ക് എന്താ കിട്ടുക? 6CO2 + 3H2O gives 6CO2 + 3H2O gives C6H6 + 7.5 O2 ആണോ? ഇവിടെ മൈനസ് ഉള്ളത് ഇവിടെ എന്താവും? +2000 ആവും. ശരിയാണോ മക്കളെ? ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ 4, ഇക്വേഷൻ 5, ഇക്വേഷൻ 6 കൂടി ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആഡ് ചെയ്ത് ഞാൻ എന്താ കിട്ടുക നോക്കുക. ഇവിടെ 6 കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഇവിടെ 6 കാർബൺ ഡയോക്സൈഡ് വെട്ടിപ്പോയി. ഇവിടെ 3 വാട്ടർ ഉണ്ട്. ഇവിടെ 3 വാട്ടർ ഉണ്ട്, വെട്ടിപ്പോയി. ഇവിടെ 6 ഓക്സിജനും 1 ഓക്സിജനും 6 × 1 7 ഓക്സിജനായി. 7 ഓക്സിജൻ വെട്ടിപ്പോയി. ബാക്കി പിന്നെ എന്താ ഉണ്ടാവും മക്കളെ? പറ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 6 കാർബൺ ഉണ്ട്. പിന്നെ ഇവിടെ ഇല്ല. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. ദാറ്റ് ഈസ് 3H2. ഇവിടെ ഒന്നുമില്ല. റൈറ്റ് സൈഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ C6H6. ശരിയാണോ? ഇതല്ലേ മക്കളെ നമുക്ക് ഉണ്ടാക്കേണ്ട? 6C + 3H2 gives C6H6. വാല്യൂസ് ആഡ് ചെയ്യുക. വാല്യൂസ് എന്തൊക്കെയാണ്? -3000 -750 + 2000. -3000 + 2000 -1000 -1750 -1750 kJ/mol. പിടി കിട്ടിയിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും.
അതായത് നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പഷൻ്റെ വാല്യൂ തരും, രണ്ട് ഫോർമേഷൻ്റെ വാല്യൂ തരും, എന്നിട്ട് ഫോർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്താണോ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് അതിൻ്റെ ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. ഈസ് ഇറ്റ് ക്ലിയർ? ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനും കമ്പഷനും തമ്മിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ രണ്ട് എൻതാൽപ്പീസുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ കുറിച്ച് സംസാരിച്ചു, എൻതാൽപ്പി ഓഫ് കമ്പഷനെ കുറിച്ച് സംസാരിച്ചു. ഈസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിനി അടുത്ത എൻതാൽപ്പിയിലേക്ക് പോവാൻ. ദ തേർഡ് ടൈപ്പ് ഓഫ് എൻതാൽപ്പി, ദാറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. എന്താണ് മൂന്നാമത്തെ? എന്താ? ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ, സോ നമുക്ക് മൂന്നാമത്തെ എൻതാൽപ്പിയിലേക്ക് പോകാം. എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ നമുക്കതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പം നമ്മൾ ഓൾറെഡി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ സംസാരിച്ചു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ സംസാരിച്ചു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. ദാറ്റ് ഈസ് ദ തേർഡ് ടൈപ്പ് ഓഫ് എൻതാൽപ്പി. തേർഡ് ടൈപ്പ് ഓഫ് എൻതാൽപ്പി, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ്, ഇങ്ങനെയാണ് ഇത് ഡെൽറ്റ എച്ച് ആർ എന്നാണ് ഇത്. സ്റ്റാൻഡേർഡ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ എച്ച് ആർ എന്നാണ് കാണിക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. മക്കൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. അതായത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്നാണ്. അതായത് ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ റിയാക്റ്റൻ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഉണ്ടാവും. എല്ലാ പ്രൊഡക്റ്റുകളുടെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എടുത്ത് അതിനെ സമ്മ് ചെയ്ത് ആ സമ്മിൽ നിന്ന് എല്ലാ റിയാക്റ്റൻറ്റുകളുടെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാണ് പറയാം. നിങ്ങൾ എങ്ങനെ പറയാം? അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറ? സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ്. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഈസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മിന് നമ്മൾ സിഗ്മ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്, എല്ലാ പ്രോഡക്റ്റുകൾ എടുത്തിട്ട് അവരുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റൻറ്റുകളുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സിഗ്മ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. അതിനെയാണ് വിളിക്കുക സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ഷൻ എന്നാണ് പറയുക. പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് ഒരു ഫ്രീ എലമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രീ എലമെൻറ്റ് ഈസ് ടേക്കൺ ആസ് 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ മക്കളെ? അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രീ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ O2ൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ എന്താ? 0 ആകുന്നതാണ്. ഇന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മക്കൾ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് എലമെൻറ്റ് ഫോർമഡ് ഫ്രം ഇസ് കറസ്പോണ്ടിങ് എലമെൻ്റ് അല്ലേ? ഇപ്പോൾ H2O എന്ന് പറയുമ്പോൾ H2ഉം OUം കൂടി ചേർന്നിട്ട് H2 ഉണ്ടാവും. ശരിയല്ലേ? H2 + ½ O2 H2 ഉണ്ടാവും.
പക്ഷേ O2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി എലമെൻറ്റാണ്, പിന്നെ അത് വേറെ എലമെൻ്റ് എന്ന് ഫോം ചെയ്യലുണ്ടാവുമോ ഇല്ല. അപ്പോൾ അവിടെ ഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കറസ്പോണ്ട് എലമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ പിന്നെ എലമെൻ്റ് ആണെങ്കിൽ പിന്നെ അവർ എന്ത് പറയേണ്ട ആവശ്യമില്ല, ഫോർമേഷൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, എന്താണ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രീ എലമെൻറ്റ് ഈസ് ടേക്കൺ ആസ് 0. എൻതാൽപ്പി ഓഫ് കാൽക്കുലേഷൻ നമുക്ക് ആവശ്യം വരും. എൻതാൽപ്പി ഓഫ് enthalpy of formation of free element is taken as 0. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അതിന് മുമ്പ് ഈക്വേഷനെ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ട്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാനൊരു റിയാക്ഷൻ തരാം. എന്നിട്ട് നമുക്കത് വെച്ചിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. ദാറ്റ് ഈസ് C3H8 പ്ലസ് ഞാൻ കമ്പഷൻ ഇക്വേഷൻ ഏതാണ്, x പ്ലസ് y/4, 3 + 8/4, 8/4 is 2, that is 3 + 2, that is 5O2, gives x carbon dioxide, that is 3 carbon dioxide, plus y/2 H2O, that is 4 H2O. Ready? C3H8 plus 5O2 gives 3 CO2 plus 4 H2O. അറിയോ? ഓക്കെ. ഇതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താ തന്നിരിക്കുകയെന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C3H8ൻ്റെ വാല്യൂ എന്നുണ്ട്. വാല്യൂസ് ഇപ്പോൾ തൽക്കാലം ഞാൻ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി ഞാൻ തന്നെ വാല്യൂസ് ഇടാണ്. ഉദാഹരണത്തിന് ഇതൊരു 500 ആണ് നോക്കാം. 500 kJ/mol. ഓക്കെ. ദെൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു 300 kJ/mol. ഓക്കെ. അതുപോലെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു 200 kJ/mol. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. അതായത് ഇയാളുടെ തന്നിട്ടുണ്ട്, ഇയാളുടെ തന്നിട്ടുണ്ട്. റെഡി അല്ലേ? എങ്ങനെ റിയാക്ഷൻ കണ്ടുപിടിക്കും? സിമ്പിൾ. നിങ്ങൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പഠിപ്പിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സിഗ്മ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ശരിയാണോ? പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്ടൻറ്റ് മൈനസ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള പ്രൊഡക്റ്റ് ആരാ? ആദ്യം 3 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ? ഇവിടെ ആരാ? 4 വാട്ടർ. അപ്പോൾ എന്തുണ്ടാവും? 4 ഇൻറ്റു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ മൈനസ് എന്താ ഉള്ളത് പറ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C3H8 പ്ലസ് 5 ഇൻറ്റു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് O2. റെഡി? നിങ്ങൾക്ക് O2 എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു എലമെൻ്റ് അല്ലേ? അപ്പോൾ ഇയാളുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ്റെ വാല്യൂ എന്താവും? 0. അതാണ് നമ്മൾ നേരത്തെ എഴുതാനുള്ള കാരണം. അങ്ങനെ O2 തന്നെ ഓൾറെഡി ഫ്രീ എലമെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? 3 ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ എത്ര? ദാറ്റ് ഈസ് 300 പ്ലസ് 4 ഇൻറ്റു വാട്ടറിൻ്റെ വാല്യൂ എത്ര? വാട്ടർ ഈസ് 200 മൈനസ് C3H8ൻ്റെ വാല്യൂ എത്ര? C3H8 ഈസ് 500 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 300 ദാറ്റ് ഈസ് 900 പ്ലസ് 4 ഇൻറ്റു 200 ദാറ്റ് ഈസ് 800 മൈനസ് 500 എന്ന് പറഞ്ഞാൽ 1700. 1700 500 കുറച്ച് കഴിഞ്ഞാൽ 1200 kJ/mol ഉണ്ടാവും. സിമ്പിൾ. പേടി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുക. ഇറ്റ് ഈസ് ദ സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്ടൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് ഇത് വിളിക്കുക. എന്ത് വിളിക്കുക? അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ 3 എൻതാൽപ്പികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ദെൻ എൻതാൽപ്പി ഓഫ് കമ്പഷൻ, ദെൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? താങ്ക് യു. ഇപ്പോൾ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്.
അപ്പോൾ എല്ലാവരും അടുത്ത ഹെഡിങ് ആയിരിക്കുള്ള ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ, ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആകുക, ലിക്വിഡ് ഗ്യാസ് ആകുക, സോളിഡ് ഗ്യാസ്, ഇതാണ് ഫേസിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഫേസ് ട്രാൻസ്ഫോർമേഷനിൽ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താ എൻതാൽപ്പി ഓഫ് ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from one phase to another phase at a particular temperature. Is it clear? അതായത് ഒരു മോൾ സബ്സ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ഫേസിൽ നിന്ന് അനദർ ഫേസിലേക്ക് ഒരു ടെമ്പറേച്ചറിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെയാണ് എന്ത് വിളിക്കുക? എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി, it is the change in enthalpy when 1 mole of a substance, it is the change in enthalpy when 1 mole of a substance changes from one phase to another phase, one phase to another phase at a particular temperature. Is it clear? It is the change in enthalpy when 1 mole of a substance changes from one phase to another phase. ഓക്കെ, ഇവിടെ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മേജർ ആയിട്ടുള്ള ഫേസുകളായിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് സോളിഡ്, ഓക്കെ, ഹിയർ ലിക്വിഡ്, ഇവിടെ ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നിങ്ങൾക്കറിയാം സോളിഡ് ലിക്വിഡ് ആകാണ്. സോളിഡ് ലിക്വിഡ് ആകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഫ്യൂഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഫ്യൂഷൻ. സോളിഡ് ലിക്വിഡ് ആകുന്നതാണ് ഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് തിരിച്ച് സോളിഡ് ആകുന്നതിനെ വിളിക്കുന്നത് എന്താ? ലിക്വിഡ് സോളിഡ് ആകുന്നതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഫ്രീസിങ് എന്നാണ് പറയുക. എന്താ പറയുക? ഫ്രീസിങ്. സോളിഡ് ലിക്വിഡ് ആകുന്നത് ഫ്യൂഷൻ, ലിക്വിഡ് സോളിഡ് ആകുന്നത് ദാറ്റ് ഈസ് ഫ്രീസിങ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആകുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ലിക്വിഡ് ഗ്യാസ് ആകുന്നതിനെ അതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്നാണ് പറയുക. വേപ്പറൈസേഷൻ അല്ലേ? ലിക്വിഡ് ഗ്യാസ് ആകുന്നതാണ് വേപ്പറൈസേഷൻ എങ്കിൽ ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആകുന്നതിന് നമ്മളത് വിളിക്കുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് കണ്ടൻസേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? കണ്ടൻസേഷൻ. ഓക്കെ, സോളിഡ് ലിക്വിഡ് ആകുന്നത് ഫ്യൂഷൻ, ലിക്വിഡ് തിരിച്ച് സോളിഡ് ആകുന്നത് ഫ്രീസിങ്, ലിക്വിഡ് ഗ്യാസ് ആകുന്നത് വേപ്പറൈസേഷൻ, ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്തത് സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുന്നതിനെയോ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സബ്ലിമേഷൻ എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക സബ്ലിമേഷൻ. എന്നാൽ ഗ്യാസ് ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആകുന്നതിനെയോ ഇതിനെ നമ്മൾ വിളിക്കുന്നതിനാണ് ഡെപ്പോസിഷൻ എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക ഡെപ്പോസിഷൻ. ഓക്കെ, ഇതാണ് ഫേസ് ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ച് പറയാറുള്ളത്. സോളിഡ് ലിക്വിഡ് ആകുന്നത് ഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നാണ് വിളിക്കുക. ഇനി ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഉണ്ടാകുന്ന വേപ്പറൈസേഷൻ ആണെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്നാണ് വിളിക്കുക. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുമ്പോൾ അതിനെ വിളിക്കുന്നവർ സബ്ലിമേഷൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവർ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, സോളിഡ് ഗ്യാസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുകയാണ്. സോളിഡ് ഗ്യാസ് ആവുക പറഞ്ഞാൽ വേണമെങ്കിൽ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഉണ്ടാകുന്ന സബ്ലിമേഷൻ അല്ല, സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുമ്പോൾ മാത്രമുള്ളതാണ് സബ്ലിമേഷൻ. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെയാണെങ്കിൽ വിളിക്കുന്നവർ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്നാവും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എന്താണ് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവരാണിത് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ പറയാൻ പറ്റും, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പറയാൻ പറ്റും, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പറയാൻ പറ്റും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എല്ലാവരും പറഞ്ഞാട്ടെ, വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോള് സോളിഡ് സബ്സ്റ്റൻസ്, അതായത് ഒരു മോള് സബ്സ്റ്റൻസ് അതിൻ്റെ സോളിഡ് ഫേസിൽ നിന്ന് ലിക്വിഡ് ഫേസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവരാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a solid substance changes from the solid state to liquid state at its melting point. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ഒരു മോള് സബ്സ്റ്റൻസ് അവരുടെ സോളിഡ് ഫേസിൽ നിന്ന് ലിക്വിഡ് ഫേസിലേക്ക്
ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയുക. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from its solid state to liquid state at its melting point. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താവും? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a liquid substance, 1 mole of a substance changes from its liquid state to gaseous state at its boiling point. ഒന്നുകൂടെ പറയാം, എന്താണ് എൻതാൽപ്പി ഫ്യൂഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from solid state to liquid state at its melting point. അടുത്ത വേപ്പറൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from liquid state to its vapor phase at its boiling point. അങ്ങനെയാണെങ്കിൽ എന്താവും എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from solid state to directly into gaseous state. അവിടെയാണ് പോയിന്റ്. സോളിഡ് സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് gaseous state below its melting point. That is called enthalpy of sublimation. Any doubt? Enthalpy of fusion എന്താ പറഞ്ഞു? Enthalpy of vaporization എന്താ പറഞ്ഞു? Enthalpy of sublimation എന്താണ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? എല്ലാവരും വരച്ചെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 എൻതാൽപ്പീസ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതി നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണ് ആദ്യം എഴുതാൻ പോകുന്നത്. മക്കളെ, എന്താ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from solid state to liquid state at its melting point. Enthalpy of fusion. What is enthalpy of fusion? It is the change in enthalpy. It is the change in enthalpy when 1 mole of a substance, it is the change in enthalpy when 1 mole of a substance changes from solid state to liquid state at its melting point. Is it clear? What is enthalpy of fusion? It is the change in enthalpy when 1 mole of a substance changes from solid state to liquid state at its melting point. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്കളെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താണ്? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the change in enthalpy when 1 mole of a substance changes from liquid state to gaseous state at its boiling point. അപ്പോൾ എഴുതിക്കോളൂ, it is the change in enthalpy. It is the change in enthalpy when 1 mole of a substance changes from liquid state to vapor state like gaseous state at its boiling point. Is it clear? അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താ പറഞ്ഞു? വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from solid state to liquid state at its melting point. Enthalpy of vaporization എന്ന് പറഞ്ഞാൽ it is the change in enthalpy when 1 mole of a substance changes from liquid state to its gaseous state at its boiling point. Are you okay? ഒരൊറ്റൊന്നും കൂടി പറഞ്ഞു, that is enthalpy of sublimation. അവരടുത്ത് എഴുതിക്കോളൂ, enthalpy of sublimation. സബ്ലിമേഷൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറുകയാണ് മക്കളെ? ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ΔHSUB എന്നാണ് കാണിക്കുക. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ കൂടി. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അപ്പോൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of solid substance
directly changes to its gaseous state below its melting point. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പഠിച്ചു. ഈസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് ദ ഫോർത്ത് എൻതാൽപ്പി, ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ.